ഓൾ ദിസ് ഇസ് കോക്ക് ബൂത്ത് ബംഗ്ല. ഹിന്ദി സിനിമയാണ്, ഹൊറർ കോമഡിയാണ്. സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ മറ്റാരുമല്ല, നാൻ അനദർ ദാൻ സാക്ഷാൽ ദ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, ദ ലെജൻഡറി ഡയറക്ടർ, നമ്മുടെ സ്വന്തം പ്രിയദർശൻ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പടത്തിൽ ഒരു ക്രാഫ്റ്റും ഇല്ല, ഒരു തേങ്ങയില്ല. ഈ ഹൊറർ കോമഡി ഹിന്ദിയിൽ മാഡോക് യൂണിവേഴ്സ് അറിയാലോ, മാഡോക് യൂണിവേഴ്സ് ഹൊറർ കോമഡി, അതിൽ തന്നെ എല്ലാ വർഷവും ഇങ്ങനെ പടങ്ങൾ വരുന്ന, അതിൽ ചില പടങ്ങളൊക്കെ നല്ലതുമാണ്. അപ്പോൾ ഹൊറർ കോമഡി എന്ന് പറയുന്ന സമയത്ത് ഒരു ടിപ്പിക്കലായിട്ട് ഈ ബോളിവുഡ് സിനിമയിൽ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. അതേ ഫോമാറ്റിൽ എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. ഇതിൻ്റെ കഥ വേറെയാണ്, ഇതിൻ്റെ ഡയലോഗ്സ് വേറെയാണ്. കാരണം ഹിന്ദിയിലാണല്ലോ ഡയലോഗ്സ് വേണ്ടത്. പക്ഷെ ഒരു കഥയില്ല, ഒരു കാര്യമില്ല. ആരാണ് നമ്മുടെ ഖിലോഡി? അക്ഷയ് കുമാറാണ്. അക്ഷയ് കുമാറും പ്രിയദർശനും തമ്മിലുള്ള കോംബോ അറിയാലോ. നമ്മുടെ മലയാളത്തിൽ ലാലേട്ടനും പ്രിയദർശനും കോംബോ ഉള്ള പോലെ തന്നെയാണ്. അതിൽ പല പടങ്ങളും കിടലും പടങ്ങളാണ്, ഭയങ്കര എൻ്റർടൈനറാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് വെറും, അതായത് ഒരു ഔട്ട്ഡേറ്റഡ് ഫിലിം പ്ലസ് അരോചക മസഹനീയ 2.25 മണിക്കൂർ ഒരു കൈൻഡ് ഓഫ് ടോർച്ചറിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ പേഴ്സണലി ഞാൻ ആലോചിച്ചപ്പോഴേ, ഇതിൽ പിന്നെ പ്രിയദർശൻ എയിംസ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന് ഈ പടം രസമാണ്. അതിനുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ കണ്ട തിയേറ്ററിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മേ ബി 1-2 ആൾക്കാർ വേറെ കാണും. ബാക്കി ബഹുഭൂരിപക്ഷവും നോർത്ത് ഇന്ത്യൻസ്, എസ്പെഷ്യലി എലീറ്റ് നോർത്ത് ഇന്ത്യൻ അവരുണ്ടല്ലോ, ടീമുണ്ടല്ലോ. ബക്കറ്റ് കണക്കിന് പോപ്കോണും വാങ്ങിയിട്ട് പിന്നെ സിനിമ PVRലും സിനിപോളിസിലും വരുന്ന ടീമുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ ചിരിക്കുക, ആൺപെൺ ഭേദമില്ലാതെ കുട്ടികളൊക്കെ ചിരിക്കുക. പക്ഷെ ഇവർ ചിരിക്കുന്ന എന്ത് കണ്ടിട്ടാ? നമ്മുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പരിപാടിയും ഇത്തരത്തിലുള്ള ഓഡിറ്റിംഗ് ഒക്കെ വരുന്നതിന് മുൻപ് 90s സ്ഥിരം മലയാള സിനിമയിൽ പ്രിയദർശൻ്റെ ഉൾപ്പെടെയുള്ള സിനിമകളിൽ കാണിച്ചു കൊണ്ടിരുന്നിട്ടുള്ള സ്ലാപ്സ്റ്റിക്ക്, റേസിസം, ബോഡി ഷെയ്മിങ്, ഇങ്ങനെ സകല സ്ലഡ് ഷെയ്മിങ്, ഇങ്ങനെ സകലമാന ഷെയ്മിങ്ങുകളും പല മലയാള സിനിമകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ തന്നെയുള്ള സീൻസ് ഇതിലേക്ക് കുത്തിക്കാറ്റിയിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം കോമഡി ഉണ്ടാക്കിയേക്കുന്നത്. ഏതൊക്കെയാണെന്ന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. പ്രധാനമായിട്ട് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഗീതാഞ്ജലി ഇറങ്ങിയ സമയത്ത്, ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഒരു അത്രയും ഒരു വേസ്റ്റ് ഫിലിം. ആ ഫിലിമിനകത്ത് തന്നെ ഏറ്റവും വേസ്റ്റ് സീനാണ് ലാലേട്ടൻ ഒരു പെണ്ണിനെ ചന്തിക്കടിക്കും പോലെ. അതായത് മറ്റേ ആളെ POV നോക്കുന്ന സമയത്ത് ചന്തിക്കടിക്കുക, ആക്ച്വലി ചന്തിക്കടിക്കുന്നില്ല. ആ സീൻ നിങ്ങൾ കണ്ടിട്ടില്ല? എൻ്റെ മീംസും കണ്ടു കാണും. വേറെ എന്തോ കല്ലിന് അങ്ങനെ അടിക്കുന്നത് അലക്കുന്ന സമയത്ത്. ഇതേ സാധനം ഇദ്ദേഹം ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. ഹിന്ദിക്കാരൊക്കെ ചിരിക്കത് കണ്ടേ. യശ്പാൽ യാദവാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിര ആൾക്കാർ. പരേഷ് റാവൽ, യശ്പാൽ യാദവ്, അസ്രാനി, പിന്നെ ഓഫ് കോഴ്സ് അക്ഷയ് കുമാർ, പിന്നെ തബൂനൊന്നും വയ്യ. മധ്യവയസ്കരുടെ പ്രണയം തോന്നുന്നു, അതാണ് തബൂനൊക്കെ എടുത്തെന്ന് തോന്നുന്നു. പിന്നെ വാമിക ഗബ്ബിയുണ്ട്, അവർ കുഴപ്പമില്ല. അങ്ങനെ കുറേ പേര്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വെട്ടത്തിലെ നായികയായിട്ടുള്ള ഭാവന പനി, അങ്ങനെ കുറേ പേര്. ഭാവന പനിയുടെ ചന്തിക്കടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചന്തിക്ക് റിയലായിട്ട് അടിക്കില്ല കേട്ടോ. ഇതിൽ കാണുന്ന സമയത്ത് അത് കോമഡിക്ക് എന്ത് കോമഡിയാണ് അത്? ഓൾറെഡി അത് ഒരു തൊലിഞ്ഞ കോമഡിയാണെന്ന് ഓൾറെഡി മനസ്സിലായത്. വീണ്ടും ഞാൻ പറഞ്ഞത്, ഇത് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ഹിന്ദിക്കാരത് കണ്ട് ചിരിക്കും. കാരണം ഹിന്ദിക്കാരെന്താ കണ്ട് ചിരിക്കുന്ന അറിയാത്ത ആളല്ലല്ലോ പ്രിയദർശൻ. അപ്പോൾ അത് വോക്കായിട്ടുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ഈ ഓഡിയൻസ് ഇരുന്നിട്ട് നോക്കിയത്. ഇത് മാത്രമല്ല, ഇതിൽ അസ്രാണി, പുള്ളിക്ക് വയ്യല്ലോ, പുള്ളി നിലത്ത് കിടന്നിട്ട് പുള്ളിക്ക് എഴുന്നേൽക്കാൻ വയ്യ. അപ്പോൾ പുള്ളി അക്ഷയ് കുമാറിൻ്റെ പാൻസിൽ പിടിക്കുമ്പോൾ പാൻസ് ഊരിയിട്ട് അക്ഷയ് കുമാറിന് ജെട്ടി കാണാം. ജെട്ടി കോമഡി, ഷെഡ്ഡി കണ്ട ചിരിക്കുക ആൾക്കാർ. എനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിങ്, ഭയങ്കര അനോയിങ്, ഭയങ്കര ഞാനെന്തോ ടൈം ട്രാവൽ ചെയ്ത് വേറെ ഏതോ ഭൂതകാലത്തിൽ, ഏതോ ആദിമകാലത്തിൽ എത്തിപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ കുറേ സിനിമ കണ്ട് ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അങ്ങനെ സിനിമ കണ്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള, നമ്മളൊരു സൈക്കോളജിക്കലി മെൻ്റലി നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട് വന്നുള്ള സാഹചര്യം ഉണ്ടല്ലോ. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കോമഡീസ്. പിന്നെ പ്രിയദർശൻ്റെ സ്റ്റേജിങ് ഉണ്ടല്ലോ. ഇപ്പം മലയാളത്തിൽ നമ്മൾ ആക്ഷൻ മൂവീസ് പറയുമ്പം
ഏറ്റവും നന്നായിട്ട് സ്റ്റേജ് ചെയ്യുന്ന രണ്ടാൾക്കാരാണെന്ന് ജോഷിയും ഷാജി കൈലാസും. പക്ഷെ അതിനേക്കാളും കിടിലൻ കോമഡി സ്റ്റേജിങ് എന്ന് പറയുന്ന സാധനത്തിലെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാനാണ് ഒരു പ്രിയദർശൻ. നമുക്ക് ചിത്രത്തിലേക്ക് കണ്ടാൽ നമുക്ക് അറിയാം. ചിത്രത്തിലേക്ക് അദ്ദേഹം ക്യാമറ അവിടെ വെച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയെന്നു. പിന്നെ ആ സീൻ ഓർമ്മയില്ലേ, ലാലേട്ടൻ മുകളിലേക്ക് കോണി കയറി പോകുന്നു, ഇറങ്ങി വരുന്നു, വീണ്ടും ചാടി സോഫയിലേക്ക് വീഴുന്നു, സാരി ചുറ്റുന്നു. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഒരു കാലത്ത് അതിൻ്റെ ഒരു എപ്പിറ്റമിയാണ് പ്രിയദർശൻ. അതിന് മുകളിലേക്ക് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല മലയാളത്തിൽ ഇതുവരെ സോഫ. അപ്പോൾ പക്ഷെ അത് വീണ്ടും ഇദ്ദേഹം, അതായത് നത്തിങ് നോവൽ, ഒന്നും പുതുതായിട്ടൊന്നുമില്ല. അത് ഹിന്ദിയിലേക്ക് കാണിക്കുമ്പോൾ നമ്മൾ മലയാളീസും കാണുന്നില്ല ഈ പടം. അപ്പം നമുക്കിത് ഇത്രയും ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ കണ്ടുവന്നാൽ നമ്മൾ വീണ്ടും ഇതുപോലത്തെ സ്റ്റേജിങ് പരിപാടി. അതോ മലയാളത്തിലുള്ള ആൾക്കാർക്ക് അഭിനയിക്കാൻ അറിയാം. അക്ഷയ് കുമാർ ചില സീനിലേക്ക് ഗോഷ്ടി കാണിക്കുക, ഫേസ് കൊണ്ട് ഗോഷ്ടി കാണിക്കുക, പല്ല് കൊണ്ട് ഗോഷ്ടി കാണിക്കുക, ബോഡി കൊണ്ട് ഗോഷ്ടി കാണിക്കുക, ഇങ്ങനെ കാണിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പരേഷ് റാവലിൻ്റെ വിഗ് ഊരി പോകുന്നു. ഒരു മനുഷ്യൻ്റെ വിഗ് ഊരി പോകുന്നതൊക്കെ ഇപ്പോഴും കോമഡിയാണോ? അത് ദിലീപിൻ്റെ ഒരു സിനിമയിൽ നാദൃശ കാണിച്ചപ്പം വലിയ വിമർശനം ഏറ്റുവാങ്ങിയതാണ്, വിഗ് ഊരി പോകുന്നത്. പിന്നെ പച്ചയ്ക്ക് റേസിസം പറയാം. ഇദ്ദേഹം അക്ഷയ് കുമാർ ഒരു ചെറിയൊരു ചായപ്പൊടി എന്ന് ചായയും കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, സബ് ടൈറ്റിൽ എഴുതി കാണുന്നത് മിഡ്ജറ്റ് ബ്ലാക്ക് എന്ന് എഴുതി കാണിക്കുന്നത്. മിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കുള്ളൻ, കറുത്ത കുള്ളൻ്റെ കടയെന്നാണ് പറയാം. പിന്നെ യശ്പാൽ യാദവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കുരങ്ങൻ്റെ ഫേസ് അല്ല, എന്താ നത്തിൻ്റെ, അങ്ങനെ എന്തോ ഒരു മൃഗത്തിൻ്റെ ഫേസ് വെച്ച് പറയുന്നുണ്ട്. ഞാൻ മറന്നു. അങ്ങനെ നിരന്തരം സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ എലീറ്റ് പോപ്കോൺ ബക്കറ്റും വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് കോമഡി. ഫസ്റ്റ് ഹാഫ് അങ്ങനെ എങ്ങനെയൊക്കെ പോയി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ സ്ഥിരമായിട്ട് ചെയ്യാനുള്ള പ്രീതമാണ് ഇതിൽ പിന്നെ ചെയ്തിരിക്കുന്നത്, സോങ്സ് ചെയ്തിരിക്കുന്നത്. ഒന്നോ രണ്ടോ സോങ്സം കണ്ടുള്ള ഒരു വസ്തുവിനും കൊള്ളൂല. പ്രിയദർശൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് ഭാഷയിലെടുത്ത സിനിമകളായി കഴിഞ്ഞാലും സോങ്സ്, പടം എങ്ങനെ കഴിഞ്ഞാലും സോങ്സ് ഒരു രക്ഷയുണ്ടാവില്ല. ഇത് അതും പോയി, സോങ്സ് എന്തോ ഒരു സോങ്സ്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി വെരി പോവാം. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ആർട്ടായി കഴിഞ്ഞാലും, പിന്നെ ഇതിൻ്റെ വി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ശോകം വി എഫ് എക്സ്. നമുക്ക് എയിൽ വരെ ഇതിൽ മെട്രോ വി എഫ് എക്സ് എടുത്ത് കാണിക്കാൻ പറ്റും. കടവാതിൽ പറക്കണത്. പിന്നെ ഇദ്ദേഹം ഓൾറെഡി പക്ഷിരാജനാണല്ലോ അക്ഷയ് കുമാർ. ഇതിൽ ഇദ്ദേഹം കടവാതിൽ രാജൻ, അങ്ങനെ കടവാതിൽ രാജൻ ഇങ്ങനെ. ഇപ്പോൾ കടവാതിൽ രാജൻ പറക്കുന്നു, കടവാതിൽ രാജൻ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നു, മറ്റേ കല്ലിൻ്റെ ഇടയിൽ പെടുന്നു, കല്ലിൻ്റെ ഇടയിൽ കൂടെ പറക്കുന്നു, ഗുഹയിൽ ചാടുന്നു. പിന്നെ വേറെ ഏതൊക്കെ ആൾക്കാരെ, പിന്നെ ഓം നമ ശിവായ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പഴയ എന്ത് ഇൻസ്ട്രുമെൻ്റ് എനിക്ക് മനസ്സിലായില്ല. അതായത് CD ഉണ്ടായിരുന്നു, കാസറ്റ് ഉണ്ടായിരുന്നു, അതിനു മുമ്പുള്ള എന്തോ ഒരു പിന്നെ ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ അകത്തുനിന്ന് പാട്ട് വരുന്നു. അങ്ങനെ ടിപ്പിക്കൽ സ്റ്റോറി ലൈനാണ്. അതായത് ഒരു വലിയ ബംഗ്ലോ, അവിടെ പ്രേതം ഉണ്ടാവും. പ്രേതം ഉണ്ടാവുന്ന എങ്ങനെയായിരിക്കും, എന്തെങ്കിലും ട്രാജിക് ഇവൻറ്റ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ഇവൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ താപൂൻ്റെ മധ്യവയസ്കരുടെ പ്രണയം, അന്വേഷണം. അങ്ങനെ പിന്നെ കടവാതിൽ രാജൻ്റെ അഭ്യാസം. പിന്നെ സ്ലാപ്സ്റ്റിക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. സ്ലാപ്സ്റ്റിക്കിൽ കുറേ ഉണ്ട്, പറയാനാണെങ്കിൽ സിനിമ മൊത്തം പറയേണ്ടി വരും. ഇപ്പോൾ പഞ്ചാബീസിലൊക്കെ ഉള്ള പോലെ മൊന്ത മുകളിലോട്ട് പോയിട്ട് തലയിൽ തന്നെ വീഴുക. കോമഡി. ചാർലി ചാപ്ലിൻ്റെ കാലം മുതൽ കാണിക്കുന്ന കൈൻഡ് ഓഫ് സ്ലാപ്സ്റ്റിക് സാധനങ്ങൾ അങ്ങനെ. പിന്നെ ഇതിൽ വധസ്വർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടിന് തേങ്ങയിടം പോലെ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴേക്കും ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ വന്നപ്പോഴേക്കും അക്ഷയ് കുമാർ മുഴുത്ത കോമഡി പീസ്. ഇങ്ങനത്തെ ഒരു മീശയും എന്തോ ഒരു വൃത്തികെട്ടൊരു കിരീടൊക്കെ തലയിൽ വെച്ചിട്ട് അങ്ങനത്തെ വകുപ്പിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പക്ഷിയില്ല, കടവാതിൽ രാജൻ, അങ്ങനെ 3 തരത്തിലൊക്കെ വരുന്നുണ്ട് ഇദ്ദേഹം. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അവസാനമൊക്കെ ഇപ്പോൾ വെറും നാടകം പോലെ, പഴയകാല നാടകമല്ലേ, അതുപോലെ എന്തൊക്കെയോ. പിന്നെ സംഗീത കച്ചേരി, നൃത്തം, പ്രണയം, അതിൻ്റെ പ്രതികാരം, ഇതിനെ പറഞ്ഞിട്ട് അവസാനം ഈ കൂതറ VFX വെച്ചിട്ട്. പിന്നെ ഒരു കോമഡി കൂടെ ഉണ്ട്. അത് പണ്ട് വേറെ പടത്തിലുണ്ടായിരുന്നു, ഇന്നസെൻ്റ് കാണിച്ചാണ് തോന്നുന്നു. അതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തന്നെ കിളിച്ചുണ്ട മാമ്പഴത്തിൽ, അതായത് ആദ്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് സംസാരം തടസ്സപ്പെടുമല്ലോ. അപ്പം കേൾക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കൂല, സെൻറ്ററിലേക്ക് എത്തൂല, ബ്ലോക്കായി പോകും. അപ്പോൾ ആ ഒരു മീഡിയം ബ്ലോക്കായി പോകുന്ന പരിപാടി. അതായത് അക്ഷയ് കുമാർ, ഇത് നമ്മൾ എത്ര കാലമായിട്ട് കണ്ടിട്ടുള്ള പ്രിയദർശൻ പടത്തിൽ, അല്ലാത്ത പടത്തിലൊക്കെ
സംസാരിക്കും പെട്ടെന്ന് വായിക്കുലുക്കുക എന്നാക്കുമ്പോൾ സംസാരം കേൾക്കില്ല. അത് കഴിഞ്ഞ് അടുത്ത വീണ്ടും പറയുമ്പോൾ മുഖം തുടയ്ക്കുക അക്ഷയ് കുമാർ. പിന്നെ തുമ്മുക അടുത്ത വീണ്ടും പറയുമ്പോൾ. ഇതൊക്കെ ലാലേട്ടനൊക്കെ ഭയങ്കര ഈസി ആയിട്ട്, അത് മലയാളത്തിലെ ഏത് നടന്മാരായി കഴിഞ്ഞാൽ ഈസിലി, പിന്നെ ഞാൻ പറഞ്ഞു ഇന്നസെൻ്റ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്ക് തന്നെ ഗംഭീരമായിട്ട് ചെയ്യുന്ന അക്ഷയ് കുമാറൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അത് പ്രിയദർശൻ ലിമിറ്റേഷൻ അല്ല, അത് ആക്ടേഴ്സിൻ്റെ അവിടുത്തെ ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ലിമിറ്റേഷനാണ്. അപ്പോൾ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇത് ഈ ഹൊറർ കോമഡി എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ബോറാണ്, ബേസിക്കലി ഭയങ്കര ബോറാണ്. അതിലെന്തെങ്കിലും വൗ ഫാക്ടറോ എക്സ് ഫാക്ടറോ അല്ലെങ്കിൽ നമ്മൾ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള നമ്മളിവരെ കാണാത്ത എന്തെങ്കിലും സംഭവം കൊണ്ടുവന്നാലേ അതിനുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് മാത്രമല്ല, വളരെ ബോറ്, അസഹനീയം, അരോചകം, അസംബന്ധം.